നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്തൊക്കെയാണേലും പരസ്പരം സ്നേഹിച്ചിട്ട് നമുക്ക് ഒന്നാകാൻ പറ്റിയല്ലോ. തൽക്കാലം അതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഗൗരി സ്നേഹത്തോടെ ഋഷിന്റെ കയ്യിൽ പിടിച്ചു. അവൻ വെറുപ്പോടെ അവിടെ കൈ കുടഞ്ഞെറിഞ്ഞു. ഇതാണോടി ഒന്നാവല്? മനുഷ്യനെ നാണം കെടുത്തി കുത്തുവാളെടുപ്പിച്ച അവിടെ ഒരു വർത്തമാനം. ഋഷിൻ അവൾക്ക് നേരെ ചീറി. ഉള്ളിലെ ദേഷ്യം കൊണ്ട് അവന് പലപ്പോഴും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എത്ര ഒതുക്കി പിടിച്ചിട്ടും ഉള്ളിലെ പിരിമുറുക്കം അവന്റെ വാക്കുകൾ വെളിവാക്കുന്നുണ്ട്. ഇതൊന്നും വരുത്തി വെച്ച് ഞാനല്ല. ഗൗരിയുടെ സ്വരം കെടുത്തു. പിന്നെ ഞാനാണോടി? ആ, നിങ്ങൾ തന്നെ. ഇവിടെ ആൾക്കൂട്ടി വന്നിട്ട് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, കാശിനിച്ചിട്ട് കുറവുണ്ടെങ്കിൽ ഇവിടെയുള്ള മനുഷ്യർ തന്നെയാ. അവർക്കുണ്ട് അഭിമാനം എന്നുള്ളത്. അതൊക്കെ മറന്ന് ഞാനല്ല, നിങ്ങളാ. സ്വന്തം കൂട്ടരാന്ന് പറഞ്ഞു പോയ ഓരോ വാക്കുകളും ഉള്ളിൽ നൽകിയ അഗ്നിയുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഗൗരിയുടെ വാക്കുകൾക്ക് ദേ, നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അത് അന്ന് വന്ന് ഞാനല്ലെന്ന്. എനിക്കറിയില്ല അന്ന് എന്താണ് നടന്നതെന്ന്. എന്നിട്ട് അവൾ നിന്ന് പറയുക. ഋഷിൻ അവൾക്ക് നേരെ തുറിച്ചു നോക്കി. വന്നവരിൽ ഒരാൾക്ക് പേര് ഋഷിൻ എന്നായിരുന്നു, മറ്റൊരാൾ ക്രിസ്റ്റി. അങ്ങനെ അവിടെ പറഞ്ഞ്. ഗൗരി അവനെ വെല്ലുവിളിയോടെ നോക്കി. എന്നിട്ട് അവനല്ലേ പറഞ്ഞ് നീ നിന്റെ ആളുകൾ വിശ്വസിച്ചു? ഞാൻ പറയുന്ന കള്ളം. അത് എവിടുത്തെ ന്യായാടി? ഋഷിൻ വീണ്ടും ശബ്ദമുയർത്തി. അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ച്? അത് പറ. അവന്റെ ദേഷ്യം അല്പം പോലും വകവെക്കാ ഗൗരി പറഞ്ഞു. ബൈക്കിലേക്ക് ചാരി നിന്നിട്ട് ഋഷിൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ചിട്ട് ഉള്ളിലെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നീ പറഞ്ഞ പോലെ എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു. ഇനി നീ എനിക്കും ഞാൻ നിനക്കും സ്വന്തമാണ്. വെച്ച് കിട്ടിയ ചെറിയൊരു ചിരിയോട് അവനത് പറഞ്ഞു. ഗൗരിയുടെ മുഖം ചുളിഞ്ഞു. സ്നേഹം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ ഗൗരി. അതിന് പണം വേണം. പണം വെറുതെ ഉണ്ടാവില്ല. അതിന് നല്ലൊരു ജോലി വേണം. അറിയാലോ നിനക്ക്. ഉള്ളു പുകയുമ്പോഴും ഋഷിൻ ഗൗരിയെ ചേർത്ത് അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചു. അവളൊന്നും മിണ്ടാതെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ പറയുന്നേ, കോളേജിൽ എനിക്കിനി പോകാൻ കഴിയില്ല എന്നല്ല, നാണം കിട്ടുകൊണ്ട് ഞാനവിടെ കയറിപ്പോവില്ല. കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ പോലും എന്നെ ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാ. അത് പറയുമ്പോൾ അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂരിലുണ്ട്. അവൻ്റെ അരികിലെത്തി എനിക്കൊരു ജോലി കിട്ടും. എക്സാം ആകുമ്പോൾ വന്നിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ സർട്ടിഫിക്കറ്റ് കൈ കിട്ടും, ജോലിയും കിട്ടും. ഋഷിൻ അത്രയും പറഞ്ഞിട്ടും ഇതൊക്കെ എന്തിനാ ഇവൻ എന്നോട് പറയുന്നതെന്നായിരുന്നു ഗൗരിയുടെ മനസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്ന്, നമുക്കൊന്നായിട്ട് ജീവിക്കാൻ ഞാൻ ഈ പറഞ്ഞൊക്കെ നടന്നേ മതിയാവും. എന്നെ പോലെ അതിപ്പോൾ നിന്റെ കൂടി ആവശ്യമാണ് അല്ലേ? വീണ്ടും അവൻ്റെ സ്നേഹം നിറഞ്ഞ സ്വരം അവളെ തഴുകി. സ്വന്തം കാലിൽ നിന്നിട്ട് എൻ്റെ പെണ്ണിൻ്റെ കൈ പിടിക്കണം എന്നാണ് എനിക്ക്. അതിനെനിക്ക് ഇവിടെ വിട്ടുപോയേ പറ്റൂ. ഋഷിൻ വീണ്ടും ഊന്നി പറഞ്ഞു. ഞാനിപ്പോൾ എന്താ വേണ്ടെന്നാ ഋഷിയേട്ടൻ പറയുന്നത്? ഒടുവിൽ സഹികെട്ട് ഗൗരി ചോദിച്ചു. പറയാം, അതന്നെ ഋഷിയേട്ടൻ പറയുന്നു. അപ്പോഴേക്ക് അവൻ്റെ വിരൽ തേരട്ടയെ പോലെ അവളിൽ അലഞ്ഞു തുടങ്ങിയിരുന്നു. നീ നിന്റെ ആൾക്കാരോട് പറയണം, അല്ലാതെ അവരെന്നെ വിടില്ല കല്യാണം കഴിയാതെ. ഇവർ പറഞ്ഞാലേ എൻ്റെ വീട്ടിലൊരുത്തനുണ്ടല്ലോ, എൻ്റെ ചേട്ടനെന്ന് പറയുന്ന ഒരു പുണ്യാളൻ, അവനും അനുസരിക്കുകയുള്ളൂ. ഋഷിൻ ഗൗരിയെ നോക്കി. ക്രിസ്ത്യാനെ കുറിച്ച് ഇല്ലാത്ത പറയല്ലേ? അവൾ കണ്ണുരുട്ടി. ഓ, നീയിപ്പോൾ അവൻ്റെ ആളാണല്ലോ അല്ലേ? ഞാനത് മറന്നു. ഋഷിൻ പുച്ഛത്തോടെ അവളെ നോക്കി. ഗൗരിയൊന്നും മിണ്ടിയില്ല. അവളെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ താൻ വന്ന കാര്യം നടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഋഷിൻ പിന്നൊന്നും അതിനെക്കുറിച്ച് പറയാൻ ധൈര്യപ്പെട്ടതുമില്ല. അതൊക്കെ പോട്ടെ, നമ്മളെന്തിനാ വല്ലവരുടെയും കാര്യം പറഞ്ഞ ടൈം കളയുന്നു അല്ലേ? ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ഋഷിൻ അവളെ നോക്കി. ക്രിസ്ത്യേട്ടൻ അങ്ങനെ വല്ലവരുമാണോ? എത്ര നല്ലതാ, എന്തൊരു സ്നേഹ. ഗൗരിയുടെ മുഖത്തുള്ള ചിരിയിലേക്ക് നോക്കുമ്പോൾ ഋഷിന് വീണ്ടും വീണ്ടും അവളോടുള്ള ദേഷ്യം അടങ്ങുന്നില്ല. ഞാനിപ്പോൾ വന്നതിനാണെന്ന് നീ എന്താ ഗൗരി ചോദിക്കാത്തത്? ഋഷിൻ വീണ്ടും ആ സംസാരം തുടരാൻ താല്പര്യമില്ല എന്നപോലെ ഗൗരിയെ നോക്കി. ഇതായിപ്പോൾ നന്നായത്. ഞാൻ എത്ര വട്ടായി ചോദിക്കുന്നു, ഋഷിയുടെ കൃത്യമായിട്ടൊരു ഉത്തരം പറയാഞ്ഞിട്ടല്ലേ? ഗൗരി അവനെ നോക്കി പറഞ്ഞു. നാളെ മറ്റന്നാളെ ചെന്നോളാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. വയ്യ, വേക്കൻസി പിന്നെ ഉണ്ടാവില്ല. ഋഷിൻ വീണ്ടും ആമുഖം പോലെ പറഞ്ഞു. ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. ഗൗരി ഓർമ്മിപ്പിച്ചു. ഞാൻ നിനക്ക് സ്വന്തമാണെന്നുള്ളതിന് ചെറിയൊരു ഉറപ്പില്ലേ? തൽക്കാലം കല്യാണം വരെ അതുപോലെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരുമല്ലോ, അന്ന് നമുക്ക് കല്യാണം ഉണ്ടാക്കാം. ഇപ്പം ഞാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ ആദ്യം ഈ കല്യാണക്കാര്യം പൊങ്ങി വരുന്നത്. നിനക്കും അറിയാലോ അത്. കയ്യിൽ നിറയെ കാശുള്ളവർ പോലും കല്യാണം നടത്തിയാൽ പൊളി. പിന്നെ ആ 10 പൈസ ഇല്ലാത്ത ഞാൻ ഇനി ആരോടും പറയാതെ പോയാലും ഞാൻ എവിടെയാണെങ്കിലും പൊക്കിയെടുത്ത് കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. ഋഷിൻ പരമാവധി ദയനീയതയോടെയാണ് പറയുന്നത്. നീ പറഞ്ഞ ഇതൊക്കെ നടക്കും. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാനാവും. ആ ജോലി എനിക്ക് കിട്ടും. എൻ്റെ കയ്യിൽ കാശുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ വിവാഹം ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ അന്തസ്സായിട്ട് എനിക്ക് നടത്താനാവും. എല്ലാവരെയും പോലെ നിന്റെ രാജകുമാരിയെ പോലെ എനിക്ക് കൊണ്ടുനടക്കാനാവും. പക്ഷേ അതിനെല്ലാം നീ വിചാരിക്കണം. ഋഷിൻ അവളെ പ്രതീക്ഷയോടെ നോക്കി. അവളാവട്ടെ യാതൊരു ഭാവമാറ്റവുമില്ലാതെ നിൽക്കുന്നുണ്ട്. നീ
നീ പറയില്ലേ ഗൗരി, നമുക്ക് വേണ്ടി? ഋഷിൻ അവിടെ കൈ പിടിച്ചു. ഞാൻ പറയില്ല. ഒട്ടും ആലോചിക്കാതെ പതറാതെ ഗൗരിയുടെ മറുപടി. അവൻ നെറ്റി വിളിച്ചു. എന്താ പറഞ്ഞ്? ഋഷിൻ വിശ്വാസം വരാത്ത പോലെ വീണ്ടും ചോദിച്ചു. ഞാനത് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ആരോടും പറയില്ലെന്ന് ഗൗരി ഒന്നുകൂടി വിശദമായി പറഞ്ഞു കൊടുത്തു. അതെന്താ നീ പറയാത്ത? നിനക്കൂടി വേണ്ടിയല്ലേ? ഋഷിന്റെ സ്വരവും ഭാവവും മാറി തുടങ്ങി. കൈകൾ അവിടെ വിരൽ പിടിച്ച് ഞെരിച്ചു. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ അവൾ അവന് മുമ്പിൽ നിവർന്നു നിന്നിട്ട് പറഞ്ഞു. അതൊന്നും അല്ലടി, നിനക്ക് പെട്ടെന്ന് കാശുള്ള എന്നെ വിട്ടുപോകാൻ നിനക്ക് മടി. ഒറ്റയടിക്ക് പണക്കാരിയാവാലോ. ഈ കോളനി കൾച്ചർ വെച്ചിട്ട് നീയൊക്കെ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഋഷിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. കോളനിക്ക് പരിസരത്തു നിന്നുള്ള 1-2 പേര് അവരെ ശ്രദ്ധിക്കാനും തുടങ്ങി. എങ്കിൽ കേട്ടോ, എനിക്ക് നിന്നെ വേണ്ടടി. നീ എനിക്കെന്റെ വെറും ടൈം പാസ് മാത്രമായിരുന്നു. അങ്ങനെ എന്റെ തലയിൽ തൂങ്ങാൻ നീ വെറുതെ മോഹിക്കുകയും വേണ്ട. നിന്നെക്കൊന്ന് കെട്ടി തൂക്കിയിട്ടാണെങ്കിലും ഈ ഋഷിന് ഇതിൽ നിന്ന് ഊരും. ഞാൻ ഉദ്ദേശം നടത്തുകയും ചെയ്യും. നീയും നിന്റെ ഈ ചീഞ്ഞ കോളനിക്കാരൻ എന്തോ ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഋഷിന്റെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന അപ്പോഴേക്കും അവനാ പറയുന്ന അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമായിട്ട് പോലും ഗൗരിക്ക് വല്ലാതെ നൊന്തു. എങ്കിലും ശില പോലെ അവനെ തുറിച്ചു നോക്കി അവൾ അനങ്ങാതെ നിന്നു. ഋഷിൻ പിന്നെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. കോളനിക്കാർ അരികിലേക്ക് വരും മുന്നേ അവൻ ബൈക്കിൽ കയറി ധൃതിയിൽ തിരിച്ചുപോയി. ആത്മനിന്ദയോടെ നേർത്തൊരു ചിരിയോടെ ഗൗരി അപ്പോഴും അവൻ പോയ വഴി നോക്കി നിന്നു. പറയടാ. പാതിയോളം ദൂരമെത്തിയിട്ടാണ് ക്രിസ്റ്റിക്ക് ഫൈസിയുടെ കോള് വന്ന്. നീ എവിടെ പോവാ? ശബ്ദത്തിലെ മാറ്റം അറിഞ്ഞിട്ടെന്ന പോലെ ഫൈസി ചോദിച്ചു. വല്യപ്പച്ചൻ ചെല്ലാൻ പറഞ്ഞടാ. എന്നിട്ടെന്നാടാ നീ എന്നെ വിളിക്കാത്ത? ഞാൻ മാത്രമല്ല ഫൈസി, പ്രാവശ്യം ഉറുക്കിയും ഋഷിനും ഒഴിച്ചും ബാക്കിയെല്ലാവർക്കും ഇന്ന് വല്യപ്പച്ചനെ കാണാൻ കൊതി. അത് പറയുമ്പോൾ ക്രിസ്റ്റിയുടെ കണ്ണുകൾ മിററിൽ കൂടി മീരയുടെ നേരെയായിരുന്നു. ദിലീപിനോട് എന്തോ പറയുന്നതിനിടയിലും അവളുടെ ശ്രദ്ധ തന്റെ നേരെയാണെന്ന് അവന് തോന്നി. ഡെയ്സി അവന്റെ വർത്തമാനം കേട്ടിട്ട് ചിരി അടക്കി പിടിച്ചിരിപ്പാണ്. മറിയാമ്മച്ചി മുന്നിൽ അവനരികിൽ ഗമയോടെ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്. ആടാ, ഞാനിപ്പോഴോർത്ത് എനിക്കൊന്ന് വല്യപ്പച്ചനെ കാണാൻ വല്ലാത്ത കൊതി. ഞാനുണ്ട്. മറുവശം ഫൈസി ആവേശത്തിൽ പറയുന്നുണ്ട്. എപ്പം മുതലാ മോനെ ഫൈസി നിനക്ക് ആ കൊതി തുടങ്ങിയത്? ക്രിസ്റ്റി ചിരി അമർത്തിക്കൊണ്ട് ചോദിച്ചു. ദേ ഓൺ ദി സ്പോട്ടിൽ. ഫൈസിയുടെ മറുപടി കേട്ടതും ക്രിസ്റ്റി ചിരിച്ചുപോയി. പെട്ടെന്ന് അങ്ങോട്ട് വാ, ഞങ്ങളവിടെ ഉണ്ടാവും. അവനോടത് പറയുമ്പോഴും ക്രിസ്റ്റിയുടെ കണ്ണുകൾ മീരയുടെ നേരെ പാളി വീണു. ഈ ഇപ്പോഴല്ലേ ഇക്കാക്ക വന്ന്, പിന്നെ എവിടെ പോണ്? ധൃതിയിൽ ഷർട്ട് ധരിച്ചുകൊണ്ടിരുന്ന ഫൈസിയുടെ മുന്നിലേക്ക് നിന്നുകൊണ്ട് ഫറ ചോദിച്ചു. എങ്ങോട്ടായാലും അണക്കെന്താടി, മാറടി അങ്ങോട്ട്. അവൻ ബട്ടൺ പിടിച്ചിടുന്നതിനിടെ അവളെ നോക്കി ചുണ്ടുകൂട്ടി. മോനെ ഇക്കാക്ക, അണക്കെന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട്. സത്യനോട് പറഞ്ഞൂടെ? ഫറ വീണ്ടും അവന് നേരെ കണ്ണു ചുരുക്കി നോക്കി. അത് കണ്ടതും ഫൈസിക്ക് ചിരി വന്നു. ഞാൻ പറയാത്തതും ചെയ്യാത്തതും പലതും ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് ഉമ്മച്ചിയോടും പറഞ്ഞു കൊടുത്ത് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ പൊന്നുപോലെ തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടില്ലേ? എനിക്കെന്തോരം ചീത്ത വാങ്ങി തന്നിട്ടുണ്ടടി പരട്ടയ്യ് അതിൻ്റെ ഒരു ഒടുക്കത്തെ അന്വേഷണം കൊണ്ട്. ചിരിക്കിടയിൽ തന്നെ ഫൈസി അത് പറയുമ്പോൾ കാലങ്ങൾക്കപ്പുറം കടന്നുപോയ ആ ബാല്യത്തിന്റെ നിറമുള്ള ഒരു ഓർമ്മ പോലെ ഫറയും ചിരിയോടെ കൂടപ്പിറപ്പിനെ നോക്കി. അന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ട് അവൻ തരാതിരുന്നാലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോകാതിരുന്നാലോ അവനുള്ള ദേഷ്യം തീർക്കുന്ന അങ്ങനെയായിരുന്നു. അവന്റെ കുഞ്ഞു കുഞ്ഞു വികൃതികൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അവൻ കൂട്ടുകാരുടെ കൂടെ ആറ്റിലിറങ്ങി നീന്തി കളിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുമായി തല്ലുണ്ടാക്കിയതോ അങ്ങനെയുള്ളതെല്ലാം അപ്പോഴത്തെ ദേഷ്യത്തിന് ഉപ്പയുടെയും ഉമ്മയുടെയും കാതിലെത്തിച്ചു കൊടുത്തിട്ട് അതിനവൻ അവർ വഴക്ക് പറയുമ്പോൾ അവനേക്കാൾ വേദനിച്ചുകൊണ്ട് കണ്ണു നിറച്ചിട്ട് അങ്ങനെ അതിനിപ്പോ ഈ എന്തിനാ ഫറ കണ്ണു നിറച്ച്? ഫൈസി അത് ചോദിക്കുമ്പോഴായിരുന്നു താൻ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയെന്ന് ഫറ അറിഞ്ഞു തന്നെ. ഏയ് ഒന്നുമില്ല ഇക്കാക്ക, എൻ്റെ ഈ കള്ളക്കളി ഞാൻ അങ്ങനെ തന്നെ കണ്ടുപിടിച്ചോളാം കേട്ടോ. കണ്ണു നിറച്ചത് കണ്ടിട്ട് അവൻ കളിയാക്കുമെന്ന് തോന്നിയതും ഫറ പെട്ടെന്ന് പറഞ്ഞു. അണക്ക് പറ്റുമെങ്കിൽ ഈ കണ്ടുപിടിച്ചോടി. അവളുടെ മൂക്കിന് തുമ്പിലൊന്ന് തട്ടി പറഞ്ഞിട്ട് അവൻ അടുക്കളയിലേക്ക് ചെന്നു. ഉമ്മാനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വരുമ്പോഴും സീറ്റ് ഔട്ടിലെ ചാരുവടിയിൽ മുറ്റത്തേക്ക് നോക്കി അവൾ ഇരിപ്പുണ്ട്. ഈ വരുന്നോടി എൻ്റെ കൂടെ. ബൈക്കിലേക്ക് കയറി നിന്നിട്ടാണ് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന ഫറയോട് ഫൈസി ചോദിച്ച്. എന്തിക്കാക്ക ചോദിച്ചേ? ഫറ ചാടി എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കി. നിന്ന് കൊഞ്ചാണ്ട് വരുന്നുണ്ടെങ്കിൽ ഉമ്മച്ചിയോട് പറഞ്ഞിട്ട് പാടി. അവളുടെ ഭാവം കണ്ടിട്ട് ചിരി വന്നെങ്കിലും ഫൈസി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും ഫറ ഒറ്റ കുതിപ്പിനകത്തേക്ക് പാഞ്ഞു. ബൈക്കിന്റെ കണ്ണാടിയിൽ നോക്കി മുടിയൊതുക്കി മൂളിപ്പാട്ടോടെ ഇരിക്കുന്ന ഫൈസിക്ക് പിന്നിലേക്ക് വന്നവൾ കയറിയിരുന്നതും നിമിഷങ്ങൾ കൊണ്ടാണ്. പെട്ടെന്ന് പോന്നേക്കിട്ട രണ്ടാളും. ഫൈസി വണ്ടിയെടുക്കും മുന്നേ പിന്നിൽ നിന്ന് ഐഷ ഓർമ്മിപ്പിച്ചു. ഫൈസിയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഫറ അതിനുള്ള മറുപടി പറഞ്ഞു. ഏറ്റു. ഇത് മീര.
തന്നെ ഇനി എന്ത് പറഞ്ഞിട്ടാവും ക്രിസ്റ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മീരയുടെ ഉള്ളം പൊടിഞ്ഞു. പിന്നെ ഒന്ന് പോടാ, നീ പറഞ്ഞിട്ട് വേണല്ലോ എനിക്കെന്റെ കൊച്ചിനെ അറിയാൻ. അലിയ മോളെ. അവിടെ ആകുലതയെ തീർത്തും നിഷ്പ്രഭപ്പെടുത്തിക്കൊണ്ട് ത്രേസ്യ മീര എന്ന ഒറ്റ പേരിൽ മാത്രം അവളെ അംഗീകരിച്ചു. സ്നേഹത്തോടെ നോക്കി, ചേർത്ത് പിടിച്ചു. അവർക്ക് മുമ്പിൽ തലനിർത്തിക്കാൻ ഡെയ്സി നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നീ എന്നാത്തിനാ കുഞ്ഞെ വിഷമിക്കുന്നത്? ആ ചെകുത്താനെ ഞങ്ങൾ തന്നെയല്ലയോ നിന്റെ ചുമലിലിട്ട് തന്ന്. അവൻ കാണിച്ച നെറുകേണ്ട് നിന്നോട് ദേഷ്യവും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്നതാ കിട്ടുന്നത്. നീ അതങ്ങോട്ട് വിട്ടുകളയടി. ഡെയ്സിയുടെ കൈ പിടിച്ച് മാത്തനത് പറയുമ്പോൾ അവർ ആശ്വാസത്തോടെ ക്രിസ്റ്റിയെ നോക്കി. അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. എന്തൊക്കെയോ ഭാരം ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു ഡെയ്സിക്ക് അപ്പോൾ മുതൽ. വല്യപ്പൻ്റെ മോളെന്താ മിണ്ടാണ്ട് നിൽക്കുന്നേ? വർക്കിയുടെ മകളാണെന്ന ഭാരവും പേറി വേദനയോടെ നിൽക്കുന്ന ദിൽനയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി മാത്തൻ ചോദിച്ചതും അവളും ക്രിസ്റ്റിയെ നോക്കി. നമ്മുടെ വല്യപ്പച്ചനതിലു, നീയും ഇവിടെ ആർക്കും അന്യയല്ലെന്ന് പറയും പോലെ മാത്തൻ നൽകിയ അപ്പൂപ്പന്റെ സ്ഥാനം ക്രിസ്റ്റി കൂടി അവൾക്ക് ഉറപ്പിച്ചു നൽകി. വേണ്ടപ്പെട്ട ആരുടെയോ അരികിലെത്തിയ ആശ്വാസമായിരുന്നു മറിയാമ്മച്ചിക്ക് അവരെ കണ്ടപ്പോൾ അനുഭവപ്പെട്ടത്. കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവർക്കെല്ലാം പങ്കുവെക്കാൻ നിരവധി വിശേഷങ്ങളുണ്ടായിരുന്നു. എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്നുള്ള ചോദ്യം പോലും മറന്നിട്ട് ക്രിസ്റ്റിയും അവരോടൊപ്പം ചേർന്നു. ചായ എടുക്കാൻ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയ ഡെയ്സിയെ തടഞ്ഞുകൊണ്ട് മീരയും ദിലുവും ആ ജോലി സന്തോഷത്തോടെ ഏറ്റെടുത്തു. അവർ പിന്നെയും വിശേഷങ്ങളിലേക്ക് കടന്നതിനിടയിലേക്കാണ് ഫൈസിയും ഫറയും എത്തിയത്. അതേസമയം തന്നെയാണ് മീര ചായ ഗ്ലാസ് അടുക്കിയ ട്രേ പിടിച്ചുകൊണ്ട് മുന്നിലും പലഹാരങ്ങളുമായി ദിലു പുറകിലുമായി ഉമ്മറത്തേക്ക് വന്നത്. പെട്ടെന്ന് കൺമുമ്പിൽ ഫൈസിയെ കണ്ടതും മീര വിറച്ചുപോയിരുന്നു. അവളുടെ കയ്യിലേക്ക് ഗ്ലാസ്സിൽ നിന്നും ചായ തുളുമ്പിത്തെറിച്ചു. സൂക്ഷിച്ച്. ചിരിയോടെ ഫൈസി അത് പറഞ്ഞതും ക്രിസ്റ്റി അമർത്തി ചിരിച്ച്. ഫറയുടെ കണ്ണുകളും മീരയുടെയും ഫൈസിയുടെയും നേരെ മാറി മാറി പതിയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ മനസ്സിലായ പോലെ അവളുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു കണ്ടിരുന്നു. ഫൈസിയോടുള്ള മുഴുവൻ സ്നേഹം ഫറയിലേക്കും പടർന്നതോടെ അവിടെ കൂടുതൽ സജീവമായി. ഇതൊരു ഒഫീഷ്യൽ പെണ്ണുകൾ ചടങ്ങായിട്ടങ്ങ് പ്രഖ്യാപിച്ചാലോടാ മോനിയ ഫൈസൽ മുഹമ്മദ്. എല്ലാവർക്കും ചായ കൊടുക്കുന്ന മീരയെ കണ്ണു കാണിച്ചുകൊണ്ട് ക്രിസ്റ്റി പതിയെ ഫൈസിയോട് ചോദിച്ചു. നീ അങ്ങനെ ചെലവ് ചുരുക്കാൻ നോക്കണ്ടടാ മോനിയെ ക്രിസ്റ്റി ഫിലിപ്പേ. ഞാൻ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും കൊണ്ട് വരുന്നുണ്ട് എൻ്റെ പെണ്ണിനെ കാണാൻ അങ്ങ് കുന്നേൽ ബംഗ്ലാവിലോട്ട്, കേട്ടോ? അതേ ഭാവത്തിൽ പതിയെ മറുപടി കൊടുത്തു ഫൈസി. മോൻ്റെ ഉപ്പ ഇവിടെ വന്നിരുന്നു. ആദ്യം തുടക്കമിട്ട മാത്തം തന്നെയാണ്. അവരെല്ലാം ആദ്യം അമ്പരപ്പിച്ചുകൊണ്ടും പിന്നെ ഏറെ സന്തോഷത്തിലാഴ്ത്തിക്കൊണ്ടും മാത്തൻ മുഹമ്മദ് പറഞ്ഞ ഷാനവാസിന്റെ കാര്യം പറഞ്ഞു. ഫൈസിയും ക്രിസ്റ്റിയും ആവേശത്തിൽ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. ഒലിപ്പച്ച, ലില്ലിയാൻ്റെ അറിഞ്ഞ ഇക്കാര്യം? ക്രിസ്റ്റി ചോദിച്ചു. അതെനിക്കറിയത്തില്ലടാ. മുഹമ്മദ് പോയത് ഞാൻ നിന്നെ വിളിച്ചു. വല്യപ്പച്ചൻ എന്ത് തോന്നുന്നു? ക്രിസ്റ്റി ആകുലതയോടെ ചോദിച്ചു. ഒരുപാട് അനുഭവിച്ചതാ എൻ്റെ കൊച്ച്. ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. ഇനി അതിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞേച്ച് കാണില്ലേ കർത്താവേ എന്നൊറ്റ പ്രാർത്ഥനയാ എനിക്കുള്ളത്. മാത്തനത് പറയുമ്പോൾ അതിനിടയിലെ നോവിൻ്റെ ചീള് വേദനിപ്പിച്ച് ഡെയ്സിയെയും ദിലുവിനെയും കൂടിയായിരുന്നു. പിന്നെയും ഏറെ നേരം ഇരുന്നിട്ടാണ് അവരോടൊന്നും പോവാനിറങ്ങിയത്. അന്നേരം കൊണ്ട് തന്നെ മീരയും ദിലുവും ഫറയും നല്ലൊരു സൗഹൃദത്തിന് തുടക്കമിട്ടുണ്ടായിരുന്നു പോകും വരെയും. ഫൈസി ക്രിസ്റ്റിയുടെ കളിയാക്കി ചിരി സഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവൻ്റെ പെണ്ണിനെ കണ്ണു നിറയെ കണ്ടിരുന്നു. ഇനി എന്താ നിന്റെ പ്ലാൻ? വർക്കിയത് ചോദിക്കുമ്പോൾ ഋഷിൻ അയാളെ തുറച്ചു നോക്കി. നീ എന്നാത്തിനാണ് എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഓരോന്നും ചെയ്തു നോക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനൊക്കെ വരുമെന്ന്. ഋഷിന്റെ നോട്ടം കണ്ടതും വർക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഗൗരിയോട് തോന്നുന്ന ദേഷ്യവും വെറുപ്പും തന്നെ ഋഷിനെ സഹിക്കാവുന്നതിലപ്പുറമാണ്. അതിലിച്ചിരി ആശ്വാസം തേടിയാണ് വർക്കിയുടെ അരികിലേക്ക് അവൻ എത്തിയതും. അപ്പോഴാണ് ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്നൊരു ചോദ്യം. സത്യത്തിൽ ഇനി എന്ത് വേണമെന്നറിയാത്തൊരവസ്ഥയിലാണ് അവൻ. ഗൗരി വഴി ഇനി റിക്കവർ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. പപ്പ പിന്നെ പുണ്യകാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണല്ലോ അല്ലേ? അങ്ങനെ മാത്രം ചെയ്തുകൊണ്ടാണല്ലോ ഇവിടം വരെ എത്തിയത് അല്ലേ? പരിഹാസത്തോടെ അവന്റെ ചോദ്യം വർക്കി പൊള്ളിയതുപോലെ ഒന്ന് പിടഞ്ഞു. പപ്പ പണ്ടേ തീർക്കേണ്ട കേസായിരുന്നു. ഒരൊറ്റ പിടുത്തം 5 മിനിറ്റ് കൊണ്ട് തീരുമാനമാവുന്ന ഒരു പാഴ്ചെടിയാ ഇന്നിപ്പോ വളർന്നു വലുതായി തലക്ക് മുകളിൽ ഭീതി പടർത്തി ഭീഷണി പോലെ നിൽക്കുന്നു. ഋഷിൻ പല്ലേരിച്ചുകൊണ്ട് വർക്കിയെ നോക്കി. വർക്കി അവൻ ഉദ്ദേശിച്ച് മനസ്സിലായതുപോലെ നെഞ്ചിൽ തടവി തലയാട്ടി. ആണ്, അന്ന് എനിക്ക് വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയായിരുന്നു. അന്ന് ഞാനും അത്ര കാര്യമായിട്ട് എടുത്തില്ല. അതിനുള്ളതാ അവനെനിക്ക് തരുന്നത്. നിരാശയിൽ വർക്കിയുടെ കണ്ണുകൾ ചുരുങ്ങിപ്പോയിരുന്നു. ഇപ്പോ നമ്മളെല്ലാവരും കാഴ്ചക്കാർ മാത്രം, കയ്യടി മൊത്തം അവനും. ഋഷിൻ വീണ്ടും പല്ലിയരിച്ചു. കൺമുമ്പിൽ നിന്നെല്ലാം നഷ്ടപ്പെടുന്ന നോക്കിക്കേണ്ടി വരും നമുക്ക്. എതിരെയുള്ള ശത്രു ശക്തനാ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഋഷിൻ വർക്കിയെ നോക്കി. ഓഫീസിൽ കൂടി അവൻ കയറി തുടങ്ങിയ. അവൻ അങ്ങോട്ട് കയറില്ലടാ.
ഋഷിനെ പറയാൻ അനുവദിക്കാതെ അവർക്ക് കടുപ്പത്തിൽ പറഞ്ഞു. ആ മുഖത്തെ ഭാവം കണ്ടതും ഋഷിൻ അയാളെ തന്നെ നോക്കി. പപ്പയുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ സർ, താങ്ക്സ് ഫോർ ദി ഇൻഫോർമേഷൻ. മുന്നിലിരിക്കുന്ന ഓഫീസർക്ക് നേരെ ക്രിസ്റ്റി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയാളും ഭവ്യതയോടെ അവന്റെ കൈ പിടിച്ച് കുലുക്കി. ഫൈസിക്കൊപ്പം പുറത്തേക്ക് നടക്കുമ്പോഴും ക്രിസ്റ്റി ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ഫൈസിയുടെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. ഒറ്റയടിക്ക് കയ്യിൽ വരുന്ന കോടികൾ അവർക്ക് അപ്പോഴും വിശ്വാസം വരാത്ത പോലെ. വലിയൊരു തുകയുണ്ടെന്നറിയാമെന്നല്ലാതെ അതിന്റെ വലുപ്പം അത് ചിന്തിക്കാവുന്നതിലധികമാവുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ജീവൻ ഉപേക്ഷിച്ചു പോയിട്ടും ക്രിസ്റ്റിക്കും പാത്തുവിനും അച്ഛന്മാരുടെ സ്നേഹം അതങ്ങനെ വളർന്നു വളർന്ന് ഏകദേശം 50 കോടിയോളം എത്തി നിൽപ്പുണ്ടെന്ന വാർത്ത ആദ്യം ഒരു ഷോക്ക് തന്നെയായിരുന്നു. കയ്യിലെ ഫയലിൽ അടയാളപ്പെടുത്തിയ ഷെയർ മാർക്കറ്റിംഗ് സാധ്യതകളെ കുറിച്ചുകൂടി ആ ഓഫീസർ വിവരിച്ചു കൊടുത്തതോടെ ആ സംശയവും മാറിക്കിട്ടി. താനും പാത്തുവും ജോയിന്റ് ആയിട്ടാണ് അത് അപ്രൂവൽ ചെയ്തിട്ടുള്ളതെന്നാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും ആ ഓഫീസർ പറയുമ്പോൾ ക്രിസ്റ്റിയുടെ മനസ്സിൽ പ്രിയപ്പെട്ടവളോടുള്ള പ്രണയം നിറഞ്ഞു. നിനക്കെന്താടാ കിളിപോയോ? കാറിൽ കയറിയിട്ട് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്ന ഫൈസി നോക്കി ക്രിസ്റ്റി ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ ഓർക്കുകയായിരുന്നേ, ഇത്രയും കാശ് കൈയുള്ള കോടീശ്വരനാണല്ലോ പഠിച്ചോനെ. നേരം വെളുക്കുന്നതിന് മുന്നേ ആ കുന്നെല്ലാം ഓടിക്കയറി കഷ്ടപ്പെടുന്നതെന്ന്. സീറ്റിലേക്ക് ചാരിക്കിടുന്നവൻ ക്രിസ്റ്റിയെ നോക്കി. അതൊക്കെ എന്നെ ജീവിതം പഠിപ്പിക്കാൻ കർത്താവ് കണ്ടുപിടിച്ച കാരണങ്ങളാവിടാ ഫൈസി. ഇത്രയും കാശ് എന്ന് കേട്ടപ്പോൾ ചെറിയൊരു വിറയിൽ വന്നു ഒഴിച്ചാൽ എന്നെ ആ കാശ് പ്രലോഭിപ്പിക്കുന്നില്ല. നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി അവനെ നോക്കി. ഒവ്വ, ജീവിതം പരമാവധി നരകിച്ചു കഴിഞ്ഞിട്ടാ ഇനിയൊരു ജീവിതം പഠിക്കാനുള്ള അവസരം. ഫൈസി ചുണ്ടുകൂട്ടി. ഇതെങ്ങാനും ആ വർക്ക് ചെയ്യുമ്പോനും അറിയണം. അല്ലോ, അസൂയ കയറി രണ്ടിനും ഭ്രാന്തുടിക്കുന്ന കട്ടായം. ഫൈസി ആ ഓർമ്മയിൽ രോമാഞ്ചം കൊണ്ടപ്പോഴും ക്രിസ്റ്റിയൊന്നും പറഞ്ഞില്ല. ഇനി എന്താണ് പ്ലാന്? വീട്ടിലോട്ടല്ലേ? അല്പം കഴിഞ്ഞ് ഫൈസി ചോദിച്ചു. വീട്ടിലേക്ക് പോകുമുന്നേ ചെറിയൊരു പണിയുണ്ട്. കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കള്ളച്ചിരിയോടെ ക്രിസ്റ്റി കണ്ണു ചിമ്മി കാണിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.